What's up guys, Sri here. Welcome back to another video. So, we are going to talk about ഇവനെ കുറിച്ച്. This is the KB Ear Venus. And guys, ഇതിനെക്കുറിച്ച് എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഒരുപാട് പേര് കുറച്ച് നാളായിട്ട് ഗെയിമിംഗ് ഓറിയൻറ്റഡ് IEMs അല്ലെങ്കിൽ ഗെയിമിംഗ് ഓറിയൻറ്റഡ് ഇയർഫോൺസ് അതിനെക്കുറിച്ചൊക്കെ ചോദിക്കുന്നത്. സോ ഞാൻ എൻ്റെ ലൈഫിൽ ഓൾമോസ്റ്റ് 2500 രൂപയ്ക്കകത്ത് ഉപയോഗിച്ചതിനകത്ത് ഏറ്റവും കൂടുതൽ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടും ഗെയിമിംഗ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. പ്രൊഡക്റ്റ് എന്നല്ല, ഇയർഫോൺ. ഗൈസ്, ഇതിന് മുന്നേ കുറച്ച് പേര് കഴിഞ്ഞ എൻ്റെ IEM റിവ്യൂസിനകത്ത്, ഇയർഫോൺ റിവ്യൂവിനകത്ത് പെയ്ഡ് പ്രൊമോഷൻ എന്നൊക്കെ പറഞ്ഞു. ദിസ് ഇസ് നോട്ട് പെയ്ഡ് പ്രൊമോഷൻ. എൻ്റെ പൈസ കൊടുത്ത് മേടിച്ച ഒരുപാട് പേര് ഗെയിമിംഗ് റിലേറ്റഡ് പ്രോഡക്ട്സ് ചെക്കൗട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ KB Earൻ്റെ വീനസിനെ കുറിച്ച് പറഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഫുൾ സ്റ്റെൽത്തി, ഫുൾ ബ്ലാക്ക് ലുക്കാണ്. ദിസ് ലുക്സ് എക്സെപ്ഷണലി ഗുഡ്. അതിൻ്റെ കൂടെ തന്നെ നമ്മളത് കുത്തുമ്പോൾ തന്നെ യു ഗെറ്റ് ദാറ്റ് RGB ലൈറ്റിങ്. അത് ഇച്ചിരി സീനായിട്ടാ. ഇതേ RGB റെഡ് ലൈറ്റ്, ഇതെല്ലാം പ്രൊഡക്റ്റ് ബി റോൾസിനകത്ത് നല്ലോണം കാണിക്കാം. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് മൈക്ക് ആക്ടിവേറ്റ് ആയിരുന്ന ഇവിടെ ഒരു ഗ്രീൻ ലൈറ്റിനും ഉണ്ട്. സോ ഫ്രം എവറി സ്റ്റാൻഡ് പോയിന്റ് ഇത് ഗെയിമേഴ്സിന് വേണ്ടി ഓറിയൻറ്റ് ചെയ്തൊരു പ്രൊഡക്റ്റ്. അതിൻ്റെ ഡിസൈൻ മേക്സ് ഇറ്റ് റിയലി സിമ്പിൾ. ഇതൊരു ഗെയിമേഴ്സിൻ്റെ പ്രൊഡക്റ്റ് ആണ്. ആൻഡ് ഡിസൈനിന് മാത്രമല്ല, ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയിലേക്ക് വരുമ്പോൾ ഒരു 10mm ഡൈനാമിക് സിംഗിൾ ഡ്രൈവർ ഉപയോഗിച്ചിരിക്കുന്നത്. ആൻഡ് ആ സിംഗിൾ ഡ്രൈവർ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ, അത് പോളിയൂറത്തിൻ പ്ലസ് ലിക്വിഡ് പോളിമർ സ്റ്റേറ്റ് ആണ്. ഭയങ്കര ഹൈഫൈ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. 2500 രൂപയ്ക്ക് കിട്ടുന്ന ഏത് IEMസിനകത്തും എത്താം. പക്ഷേ the way they have tuned their sound is really different. ഇതൊരു L curve അല്ല, V curve അല്ല, U curve അല്ല. ഞാൻ ഇന്നേ വരെ കാണാത്തൊരു കാവ. ഗൈസ്, ഇത് പാട്ട് കേൾക്കാൻ ഭയങ്കര രസമുണ്ടോയെന്ന് ചോദിച്ചാൽ ഭയങ്കര രസമൊന്നുമില്ല. പക്ഷേ ഇതിനകത്ത് ഗെയിം കളിച്ചാൽ ഇതിനകത്ത് വൈഡായിട്ടൊരു സൗണ്ട് സ്റ്റേജ് ഇവർ കൊടുത്തിട്ടുണ്ട്. ഈ വൈഡ് സൗണ്ട് സ്റ്റേജിൻ്റെ ഗുണം എന്ന് വെച്ചാൽ ഫുഡ് സ്റ്റെപ്സ്, ഗൺ ഫയേഴ്സ്, ഗ്രനേഡ്സ്, ഇതൊക്കെ പൊസിഷൻ ചെയ്യാൻ സൂപ്പറാണ്. പാട്ടുകളുടെ അകത്ത് നമുക്ക് എടുത്തറിയാൻ പറ്റുന്നൊരു സാധനം ഇൻസ്ട്രുമെൻറ്റ് സെപ്പറേഷനും 3D സെപ്പറേഷനും. ഇപ്പോൾ ഡോൾബി അറ്റ്മോസിൻ്റെ ഒരു ഓഡിയോ പ്ലേ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് പിൻ പോയിന്റ് ചെയ്യാൻ പറ്റും എവിടുന്ന് ആ ഇൻസ്ട്രുമെൻറ്റ് വരുന്നത്, അല്ലെങ്കിൽ എവിടുന്ന് ആ ഒരു സൗണ്ട്, അല്ല എവിടുന്ന് ആ ഒരു അറ്റ്മോസ്ഫിയർ കയറി വരുന്നത്. അങ്ങനത്തെ പിൻ പോയിൻറ്റിങ് ചെയ്യാനും ഗെയിമേഴ്സിന് ഒരുപാട് ഫീച്ചേഴ്സ് ആയിട്ടുണ്ട്. ഇത് ഭയങ്കര ഹാർഷായിട്ടൊന്നുമല്ല, ഇത് സൗണ്ട് കൂട്ടിയിട്ട് തന്നെ എപ്പോഴും കളിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഹൈസ് ഓഫ് വോളിയം അത്യാവശ്യം കുറച്ചിട്ടുണ്ട്. ഇതിനകത്ത് സെൻസിറ്റിവിറ്റി എന്ന് പറയുമ്പം 100 decibels ±3 decibels വരും. അത് ഗെയിമിങ്ങിന് പറ്റുമ്പം എന്താ പറയണേ, ടെക്നിക്കലി അതൊരു അടിപൊളി സെൻസിറ്റിവിറ്റി റേഞ്ചാണ് ഗെയിമേഴ്സിന് പറ്റി. ഇമ്പിഡൻസ് എന്ന് പറയുന്നത് 35 to 32 mm ആണ്. പക്ഷേ അതിനകത്ത് യു ഡോണ്ട് ഹാവ് ടു വറി, കാരണം നിങ്ങൾക്ക് ഇവിടെ ഒരു Type-C DSP വരുന്നുണ്ട്. ഗൈസ്, ഗെയിമിങ്ങിനെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും ഒരു വയർഡ് IEM നിങ്ങളുടെ അടുത്ത് എടുക്കാൻ പറയും. വയർഡ് ഇയർഫോൺ ആയിരുന്നു, പക്ഷേ ഇപ്പം നിങ്ങൾക്ക് വയർഡ് ഗെയിമിംഗ് IEM ഇറങ്ങുന്നതുകൊണ്ട് യു ക്യാൻ ചൂസ് ദിസ്. ഒരു കണ്ണടച്ചെടുക്കാം. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന DSP എന്ന് പറയുന്നത് സ്മാർട്ട് ലിങ്കിൻ്റെ ഒരു DSP. എനിക്ക് തോന്നുന്നു 1200C അങ്ങനെ എന്താ പറയുന്ന സാധനം, നോട്ട് വെരി ഷുവർ. പക്ഷേ എന്തായാലും പറഞ്ഞാൽ സൂപ്പർബ് DSP. ഒരുപാട് ഗെയിമിങ്ങിന് വേണ്ടിയായിട്ട് ട്യൂൺ ചെയ്യുന്നോ, അല്ലെങ്കിൽ ഒരുപാട് നേരം കുത്തിയിട്ട് കളിക്കുമ്പോൾ ഹീറ്റിങ്ങിന് പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല. അതർ തിങ് എനിക്ക് ഒരുപാട് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് മൈക്ക് ക്വാളിറ്റി. ഇവിടുത്തെ ഇതിൻ്റെ പ്ലേ, പോസ്റ്റ്, സൗണ്ട് കുറയ്ക്കാനുള്ള വലിയൊരു ബട്ടൺ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് സോ ഓൾഡ് സ്കൂൾ, നൊസ്റ്റാൾജിക്. ഐ ലവ് ഇറ്റ്. മൈക്ക് ക്വാളിറ്റി നല്ല മൈക്ക് ക്വാളിറ്റിയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ സംസാരിച്ച് കളിക്കാനാണെങ്കിലും ഫോൺ വിളിക്കാനാണെങ്കിലും കാര്യത്തിനൊക്കെ അടിപൊളിയാണ്. സോ ഞാൻ ഒരുപാട് ഇഴപ്പിക്കാതെ തന്നെ ഗൈസ്, ഇത് അത്യാവശ്യം വെൽ ബിൽഡ് കൺസ്ട്രക്ഷനാണ്. ഈവൻ ദോ ഫുൾ ഒരു പ്ലാസ്റ്റിക് പോളിമർ ഫീൽ ഉണ്ടെങ്കിലും ഫുൾ ഒരു ബ്ലാക്ക്ഡ് ഔട്ട് ഗെയിമിംഗ് തീമാണ്. പിന്നെ ഒരു കാര്യം എടുത്തറിയാണ്ട്, ഇതിൻ്റെ കേബിൾസ് ഡിറ്റാച്ചബിൾ അല്ല. അതുകൊണ്ട് നിങ്ങൾ ലോഞ്ചിവിറ്റീൻ്റെ കാര്യത്തിൽ ഞാൻ ഒരുപാട് അങ്ങനെയൊന്നും പറയുന്നില്ല. പക്ഷേ എനിക്ക് ആസ് ഓഫ് റൈറ്റ് നൗ ദിസ് ഇസ് എ വെരി കംഫർട്ടബിൾ സാധനമാണ്. ഫുൾ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ ചെവിയിലിരിക്കുന്നതിന് ഒന്നും നമുക്കൊരു പ്രശ്നമില്ല, ഒരു വെയിറ്റ് തോന്നത്തില്ല, അങ്ങനത്തെ കാര്യമൊന്നുമില്ല. അതേപോലെ തന്നെ നമുക്ക് കോമ്പറ്റേറ്റീവ് ഗെയിമിംഗ് ആകുമ്പോൾ ഹെഡ്സ് പൊസിഷനിങ്ങിന് വേണ്ടി ഇവിടെ ടൈറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സാധനമുണ്ട്. അത് മാക്സിമം ടൈറ്റ് ചെയ്തിട്ട് കറക്റ്റ് പൊസിഷൻ ചെയ്തും 3D ഗെയിമിങ്ങിനകത്തുമൊക്കെ നിങ്ങൾക്ക് പറ്റുകയും ചെയ്യും. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ മൈക്ക് ഒരുപാട് ദൂരെയാണോ എന്ന് വെച്ചാൽ ഒരുപാട് ദൂരെയല്ല, പക്ഷേ ഫോണിൻ്റെ ഒക്കെ അടുത്തായിട്ട് വരും. നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ ഈ ഒരു ഡിസ്റ്റൻസിനകത്ത് വരും. ഇറ്റ്സ് എ ഗുഡ് ഓൾറൗണ്ടർ IEM. പക്ഷേ ഈ IEM ഞാൻ ഒരിക്കലും ഒരു നോൺ ഗെയിമറിനെ റെക്കമെൻഡ് ചെയ്തില്ല. ഫ്രം ദ ഡിസൈൻ, ഫ്രം ദ സൗണ്ട് സ്റ്റേജ്, ഫ്രം ദി ലുക്സ്, ഫ്രം ദി എല്ലാ ആസ്പെക്റ്റിലും, ഫ്രം ദ DSP, എല്ലാം ഇവർ ഒറ്റ പേർപ്പസിന് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് പെർഫോമൻസ് സ്പോർട്സ്. ഗൈസ്, ഇവരുടെ വെബ്സൈറ്റിനകത്ത് ഞാൻ നോക്കുമ്പോൾ ഇവരുടെ സ്പോർട്സ് ട്യൂണിംഗ് എന്ന് പറയുന്ന സാധനം ഉണ്ട്. അപ്പോൾ ഐ ഗോട്ട് ക്യൂരിയസ്. ഞാൻ അത് നോക്കിയപ്പോഴത്തേക്കും എനിക്കിതിൻ്റെ കേർവ് മനസ്സിലായില്ല ശരിക്കും.
പക്ഷെ സംഹൗ ഈ സ്പോർട്സിന് വേണ്ടി പറ്റിയ ബെസ്റ്റ് കർവും ബെസ്റ്റ് സൗണ്ട് സിഗ്നേച്ചറും ഇവർക്ക് കൂടെ കൊടുക്കാൻ പറ്റി. ദാറ്റ് ഈസ് ആക്ച്വലി വെരി നൈസ് എന്ന് എനിക്ക് പറയുള്ളൂ. സോ യു ആർ ഇൻ ദ മാർക്കറ്റ് ലുക്കിംഗ് ഫോർ എ ഗെയിമിംഗ് ഇയർഫോൺ, ഒരു ഗെയിമിംഗ് IEM. KBR എന്ന് പറഞ്ഞ ബ്രാൻഡിനെ കുറിച്ച് ഞാൻ ഇവിടെ ഒരുപാട് ലാഗ് ചെയ്ത് പറയണ്ട, കാരണം അവർ സൊഫിസ്റ്റിക്കേറ്റഡ് പ്രോഡക്ട്സ് ഉണ്ടാക്കുന്ന ഒരാളാണ്. എൻ്റെ IEM കളക്ഷനകത്ത് ഏറ്റവും വില കൂടിയ KBRൻ്റെ സീഫസ് എന്ന് പറയുന്ന സാധനം മൈ ഫേവറേറ്റ് IEM ആണ്. ഞാൻ എവിടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വിളിച്ചു പറയും, കാരണം അത്ര പ്രിസൈസ്, അത്ര ക്ലീൻ സൗണ്ട് വരുന്ന വേറെ ഒരു IEM ഞാൻ ചെക്കൗട്ടില്ല, അത്ര പഞ്ചി ബേസ് വരുന്ന വേറെ ഒരു IEM ഞാൻ കണ്ടിട്ടില്ല. അവരുടെ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് വിശ്വാസമുണ്ട്. ഐ ബീൻ യൂസിങ് ഇറ്റ് ഫോർ 6-7 months. റഫായിട്ടാണ് യൂസ് ചെയ്യണേ, അതിനകത്ത് ഒരു പ്രശ്നമില്ല. പിന്നെ ഇതിൻ്റെ കേബിൾ മറ്റേ ടാങ്കിൾ ഫ്രീ കേബിളാണ് കേട്ടോ, പ്യൂർ റബ്ബറൈസ്ഡ് കേബിൾ, അതുകൊണ്ട് പെട്ടെന്ന് ഈ വലിയ ടാങ്കിൾ ആവുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. ആൻഡ് ടു ഓൾ ഇൻ ഓൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള, യു ഗൈസ് ക്യാൻ ചെക്ക് ഇറ്റ് ഔട്ട്, ഹൈലി റെക്കമെൻഡഡ്. താഴെ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ കീപ് ഹൈഫൈന്ന് നിങ്ങൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് പറ്റുമെങ്കിൽ ഞാൻ ഒരു ഡിസ്കൗണ്ട് മേടിച്ച് തരാൻ നോക്കാം, പക്ഷേ ഐ എം നോട്ട് വെരി ഷുവർ. അങ്ങനെയാണെങ്കിൽ താഴെ കമൻസിൽ പിൻ ചെയ്തിട്ടുണ്ട്. കീപ് ഹൈഫൈന്ന് പോയി മേടിച്ചോ. KBER വീനസ് അല്ലെ CG01 എന്നാണ് അതിൻ്റെ പേര്. സോ ഐ ലവ് ദിസ്. ഗെയിമേഴ്സിന് ഹൈലി റെക്കമെൻഡഡ്. വേറെ ഒന്നും എടുക്കണ്ട, ഇത് ധൈര്യമായിട്ട് പോയി എടുത്തോ. ടോക്ക് ടു ഗൈസ് ലേറ്റർ. ഐ ലവ് യു.